ഹലോ, വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് മോളിക്കുലർ ബയോളജിയിലെ ചില MCQs അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് 30% of an organism's DNA is thymine, then 70% is purine, B 20% is guanine, 20% adenine. Both B and C are correct. Answer അറിയാമോ? 20% guanine. 20% ആണ്. അതെങ്ങനെ കിട്ടി എന്നുള്ളത് അറിയാമായിരിക്കും അല്ലേ? ചിലർക്ക് സംശയം പറഞ്ഞു. ചെയ്തു നോക്കിയിരുന്നു സർ. ഓക്കെ. ചിലർക്ക് സംശയമുള്ളവർക്ക് ഞാൻ പറയാം. The sum of all 4 nitrogenous bases in DNA molecule എന്തായിരിക്കും? 100% ആണ്. Here the percentage of thymine is given 30%. Therefore the percentage of adenine എന്തായിരിക്കും? Also 30%. So A plus T is equal to 60%. Hence G plus C എന്തായിരിക്കും? 100 minus 60, 40%. So guanine and adenine 20 each. So here answer is 20%. Okay. Next question. What would happen if the 25th codon UAC of a gene encoding 50 amino acids will be mutated to UAA? പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 50 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഒരു ജീൻ. അപ്പോൾ അതിൽ എത്ര കോഡോൺസ് കാണും? 50 അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന ഒരു ജീനാണ്. എത്ര കോഡോൺസ് കാണും? 50 കോഡോൺസ് തന്നെ കാണത്തില്ലേ? അപ്പൊ അതില് 50 കോഡോൺസ് കാണും അല്ലേ? അതില് 25th കോഡോൺ UACക്ക് പകരം മ്യൂട്ടേഷൻ സംഭവിച്ച് അത് UAA ആയി. UAA എന്താണ്? ഒരു ടെർമിനേഷൻ കോഡോൺ അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ താഴെ പറയുന്നത് എന്താണ്? ഏതാണ് ആൻസർ? A polypeptide of 49 amino acids will be formed. A polypeptide of 25 amino acids will be formed. A polypeptide of 24 amino acids will be formed. 2 polypeptides of 24 and 25 amino acids will be formed. Answer ഇത് അറിയാമായിരിക്കും. ആൻസർ C ആണ്. അതായത് a polypeptide 24 amino acids will be formed. അതായത് if a gene encoding a polypeptide of 50 amino acids, 25th codon is mutated to UAA or any other termination codon വന്നാൽ then the chain will be terminated at that place. So in that case a polypeptide of 24 amino acids be formed. Next question. The sequence AGG, which is a ribosomal binding site in bacterial and in some archaeal messenger RNA, generally located around 8 bases upstream of the start codon AUG. ആ സീക്വൻസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിപ്നോ ബോക്സ്, ഹോഗ്നസ് ബോക്സ്, ഹോമിയോ ബോക്സ്, ഷൈൻ ഡാൽഗാർനോ ബോക്സ്. ഏതാണ് ആൻസർ? അറിയാമോ? ഷൈൻ ഡാൽഗാർനോ സീക്വൻസ്. അത് വ്യക്തമായിട്ട് അറിയാമോ? ശരിക്കും പ്രോട്ടീൻ സിന്തസിസ് ട്രാൻസ്ലേഷൻ പ്രോസ് ഞാൻ അതിൽ മോളിക്കുലർ ബയോളജിയുടെ ക്ലാസ് ഒന്നുകൂടെ എടുക്കും. എന്തായാലും നോട്ട്സ് വായിച്ചാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ചോദിക്കാം. അതായത് ഞാനൊന്ന് ഇതിൽ പറയാം, ക്ലാസ്സിൽ പറയാം, അത് എന്നാലും മനസ്സിലാക്കുക. ഇപ്പൊ ബാക്ടീരിയയിലും ചില ആർക്കി ബാക്ടീരിയയിലും mRNAയിലെ സ്റ്റാർട്ട് കോഡോണിന് 8 ബേസിന് അപ്സ്ട്രീമായിട്ട് പ്യൂരിൻ റിച്ച് ആയ AGG പ്യൂരിൻ അല്ലേ എന്ന ഒരു ബേസ് സീക്വൻസ് ആണ്. അതിന്റെ പേരാണ് ഷൈൻ ഡാൽഗാർനോ സീക്വൻസ്. പിന്നെ പ്രാധാന്യം നമുക്കറിയാം, mRNAയിലെ സ്റ്റാർട്ട് കോഡോൺ റൈബോസോമില് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം. തന്നല്ലോ പ്രോട്ടീൻ സിന്തസിസ് നടക്കാൻ അത് വേണമല്ലോ. ഇതിനെ സഹായിക്കുന്നത് റൈബോസോമിലെ 16S rRNAയിലെ ആന്റി ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് ആണ്. ഇത് പിരമിഡ് റിച്ച് ആണ്. ഇത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. അത് വ്യക്തമായിട്ട് ഞാൻ ക്ലാസ് ട്രാൻസ്ലേഷൻ പ്രോസസ് എടുത്തില്ലാന്ന് തോന്നുന്നു. അത് പിന്നെ എടുക്കും. നോട്ട്സ് നന്നായിട്ട് വായിച്ചിരിക്കുക. ഷൈൻ ഡാൽഗാർനോ സീക്വൻസിന് കോംപ്ലിമെന്ററി ആണ് എന്താ? ആന്റി
ഷൈൻ ഡാൽഗാർനോ സീക്വൻസ്. ആന്റി ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് അപ്പൊ ഏതിലാ കാണുന്നത്? ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് എവിടെ കാണുന്നത് കണ്ടു. ആന്റി ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് എവിടെ കാണുന്നത്? 16SRRNA-യിലാണ്, റൈബോസോമിലെ. ശരിക്കും വായിച്ചിരിക്കുക. അത് ഞാൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് സമയം പോകും. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ശരിക്കും പ്രോട്ടീൻ സിന്തസിൽ ഞാൻ കൂടുതൽ കാര്യം പറയാം. സോ ഇവിടെ ആൻസർ ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് ആണ്. The RNA involved in removing introns from a primary transcript. ഇതാണ് ആൻസർ. tRNA, hnRNA, snRNA. snRNA അതും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. snRNA ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അല്ലെ? സ്പ്ലൈസിംഗ് ഭംഗിയായിട്ട് പഠിച്ചതാണ്. അതെ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് മോളിക്യൂൾ ഓഫ് RNA? സിമ്പിൾ ആണ് അല്ലെ? tRNA ആണ്. Then, what is the role of eukaryotic RNA polymerase 1? Transcription of mRNA only, transcription of 23SRRNA, 16SRRNA, and 5SRRNA, transcription of 28SRRNA, 18SRRNA, and 5SRRNA, transcription of 28SRRNA, 18SRRNA, and 5.8SRRNA. D is okay, very good. മനസ്സിലാക്കി പറഞ്ഞതായിരിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സിലും ഒക്കെ ഓൺലൈൻ ക്ലാസ്സിലും ഒക്കെ ഞാൻ പറയാറുണ്ട്, ഈ റൈബോസോം അതിന്റെ ഘടന ഭംഗിയായിട്ട് പഠിക്കുക. അതുപോലെ RNA polymerase 1, 2, 3 അത് യൂക്കാരിയോട്ടില് ആണല്ലോ, അത് 3 അനമുള്ളത്. ഓരോന്നിന്റെ ഫംഗ്ഷൻ, അതിന്റെ പ്രത്യേകത, ആൽഫ അമാനറ്റുമായിട്ട് ഏതിലാണത് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ പറയും. ഇവിടെ നമുക്കറിയാം RNA പോളിമറേസ് 1 ആണ് സിന്തസൈസ് ചെയ്യുന്നതെങ്കിലും 5SRRNA സിന്തസൈസ് ചെയ്യുന്നത് RNA പോളിമറേസ് 3 ആണ്. അത് മോളിക്കുലർ ബയോളജിയിൽ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു പറയുമ്പോൾ അതെന്തുകൊണ്ടാണെന്നല്ല നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് തൽക്കാലം ഇതിപ്പോ മനസ്സിലാക്കുക. D ആണ് ആൻസർ. ഓക്കെ. Which of these properties do not agree with the tryptophan attenuator? Attenuation in the tryptophan നമ്മൾ ക്ലാസ് എടുത്തിരുന്നു, അങ്ങേയായിട്ട് പഠിച്ചതാണ്. ആൻസർ ഏതാണ്? Which of these properties do not agree with the tryptophan attenuator? It brings about repression of tryptophan. It has 2 codons for tryptophan in sequence. Ribosome stalls at the tryptophan in the attenuator when tryptophan is in short supply. All the properties agree with the tryptophan attenuation. ആലോചിച്ച് പറയാ. എല്ലാം കറക്റ്റ് ആണ് സർ. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലാക്കിയാണ് പറഞ്ഞത്. അതിന്റെ വ്യക്തമായിട്ട് നമ്മളത് ക്ലാസ് എടുത്തതാണ് അല്ലെ? അതായത് ഇറ്റ് ബ്രിങ്സ് അബൌട്ട് റെപ്രഷൻ ഓഫ് ട്രിപ്റ്റോഫാൻ. അതെ, ശരിക്കും റെപ്രഷൻ തന്നെയാണ് ഇതിന്റെ സംഗതി. അതായത് ഇതിലെ നെഗറ്റീവ് കൺട്രോൾ ഉണ്ട് റെപ്രസർ വഴി. അതോടൊപ്പം ഇതും ഒരു നെഗറ്റീവ് കൺട്രോൾ ആണ്. പിന്നെ ഇത് റെപ്രഷൻ ഓഫ് ട്രിപ്റ്റോഫാനാണ് സഹായിക്കുന്നത്. It has 2 codons for tryptophan in tryptophan in attenuator. അത് ഇവിടെയൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. When tryptophan is in short supply. അപ്പോൾ അവിടെ in between the start codon and the stop codon, the 14 codons are present which code for leaders peptide. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? Out of these 14 codons, എവിടെയാണ് ഈ ട്രിപ്റ്റോഫാനെ കോഡ് ചെയ്യുന്ന UGG കാണുന്നത്? 14 കോഡോൺസ് ഉണ്ട് അല്ലേ? അതിൽ എത്രാമത്തെ കോഡോൺസിലാണ് അത് ചോദിക്കാം. മറന്നുപോയി. 10th and 11th. Very good. Then when tryptophan is scarce, അപ്പൊ എന്താവും? Ribosome starts at these 2 codons, facilitating 2-3 anti-terminator loop. അപ്പൊ anti-terminator loop 2-3 ആണ് അല്ലേ? ടെർമിനന്റ് ലൂപ്പ് ഏതാണ്? ഇതിൽ ഞാൻ തന്നിട്ടുള്ള എല്ലാം എക്സാമിന് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് അലൗസ് ട്രാൻസ്ക്രിപ്ഷൻ ടു കണ്ടിന്യൂ. പക്ഷെ
when tryptophan is abundant, what happens? The ribosome starts, ribosome translates the leader sequence quickly, causing a 3-4 termination hairpin to form, which stops transcription. Okay, then this question: which of the following statement is true of the RNA synthesis? ഏതാണ് ശരി എന്നുള്ള? RNA synthesis is always in 5-3' direction. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. അപ്പൊ ഇനി ബാക്കിയുള്ള നോക്കണ്ട, എന്നാലും നമുക്ക് നോക്കിക്കളാം. RNA polymerase needs a primer to initiate transcription. വേണോ? വേണ്ടല്ലോ. പ്രൈമർ DNA റെപ്ലിക്കേഷനിലല്ലേ. ഇൻ ട്രാൻസ്ക്രിപ്ഷൻ U is inserted opposite to T. ശരിയാണോ? പെട്ടെന്ന് നമുക്ക് ശരിയാണെന്ന് തോന്നും, അല്ലേ? തെറ്റല്ലേ? T ആണ് DNA-ല്. അപ്പൊ RNA-ല് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. RNA-ല് ഏത് വരണം? DNA-ല് തൈമിനാണെങ്കിൽ ഓപ്പോസിറ്റ് എന്താ വരേണ്ടത്? അഡിനിൻ. അല്ലേ? ഓക്കെ, ഇത് ചിലര് പെട്ടെന്ന് ഇങ്ങനെ തെറ്റിപ്പോകും. അതാണ് ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ന്യൂ ന്യൂക്ലിയോടൈഡ്സ് ആർ ആഡഡ് ഓൺ ദ 2' വെച്ച് അല്ലല്ലോ. ഇപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രൊകാരിയോട്സ് ഈസ് കറക്റ്റ്? വായിച്ചൊന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. Which of the following statements regarding termination of transcription in prokaryotes is correct? In row-dependent termination, the row factor moves along the DNA template ahead of the RNA polymerase. ആണോ? Wrong ആണ്. Wrong ആണ്. കാര്യം എന്താ? ഫസ്റ്റ്ലി റോ ഫാക്ടർ എന്ത് ചെയ്യും? അറ്റാച്ച് റെഡ് സൈറ്റിൽ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് മൂവ്സ് along the mRNA പിന്നീട് RNA ട്രാൻസ്ഫോസിലോട്ട് മാറും. ഓക്കെ, മൂവ് ചെയ്യുന്ന DNA ടെംപ്ലേറ്റിലൂടെ അല്ല. റോ ഫാക്ടർ ഹാസ് ടോപ്പോഐസോമറൈസ് ആക്ടിവിറ്റി ഇല്ലല്ലോ, അല്ലേ? ടോപ്പോഐസോമറൈസ് ആക്ടിവിറ്റി എവിടെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെർമിനേഷൻ ഓഫൺ ഇൻവോൾവ്സ് എ സ്റ്റെം ലൂപ്പ് സ്ട്രക്ചർ ഫോമിംഗ് ദ RNA ട്രാൻസ്ക്രിപ്ഷൻ. ഉണ്ടല്ലോ? ട്രൂ ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. ദെൻ നെക്സ്റ്റ്, which of the following transcription termination technique has RNA dependent ATPase activity? Intercalating agents, row dependent activity, row independent rifampicin. ATPase activity, row dependent ആണ്. ഇതൊക്കെ ഡിപ്പെൻഡന്റ് ആണ്, എല്ലാം വായിച്ചിരിക്കുക. അതാണ് ഞാൻ MCQ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രാക്ടീസ് ടെസ്റ്റിന്റെ പ്രാധാന്യം. നമ്മൾ once you study the notes and also my class, attend the class, you feel it is thorough. Okay, മനസ്സിലാകും. പക്ഷെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചെയ്യണം. ഞാൻ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ? റോ ഫാക്ടർ യൂട്ടിലൈസസ് എന്താ? ATP ഫോർ എനർജി. ഇപ്പോൾ റോ ഫാക്ടർ ഹാസ് എന്ത് ആക്ടിവിറ്റി ഉണ്ട്? ഹെലിക്കേസ് ആക്ടിവിറ്റി ഉണ്ട്. ആ ഹെലിക്കേസ് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് പിന്നെ അതിങ്ങനെ വേർപെട്ട് പോകുന്നത്. ഓക്കെ, അതെല്ലാം നന്നായിട്ട് വായിച്ചിരിക്കുക. Then which of the following rRNA acts as structural RNA as well as ribozyme in bacteria? Very important question, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. rRNA, 23 srRNA, 5.8 srRNA, 5 srRNA. ഇതും ട്രാൻസ്ലേഷൻ പ്രോട്ടീൻ സിന്തസിൽ ട്രാൻസ്ലേഷൻ വരുന്നതാണ്. പ്രോട്ടീൻ സിന്തസിസ് ട്രാൻസ്ലേഷൻ ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു. ക്ലാസ് നോട്ട് വായിച്ചിരിക്കുക. അറിയത്തില്ല, ഇത് +2 ടെക്സ്റ്റിലുണ്ട്. 23 srRNA ആണ്. അറിയത്തില്ല? 23 srRNA. 23 srRNA ഏതിലാണ് കാണുന്നത്? പ്രൊകാരിയോട്സില്. അത് 30s-ലാണോ 80s-ലാണോ? പച്ചവെള്ളമായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കുക. റൈബോസോമിന്റെ ഘടനയല്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, അതിലെത്ര ഏതെല്ലാം rRNA ഏതെല്ലാം കാണും, എത്ര തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്, എല്ലാം. ഓക്കെ, 23 srRNA പലർക്കും അറിയത്തില്ല. എന്തായാലും പ്രോട്ടീൻ സിന്തസിസ് എടുക്കും. The highly conserved base at the branch point site is branch point. സ്പ്ലൈസിംഗ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലേ?
അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ. അഡിനിൻ ഇസ് വെരി ഗുഡ്. അഡിനിൻ അതായത് ബ്രാഞ്ച് പോയിന്റിൽ നമ്മൾ എന്താ പറയും? CU, പിന്നെ പ്യൂരിൻ, അഡിനൈൻ ഗ്വാനിൻ, ദെൻ അഡിനിൻ, ദെൻ പിരമിഡിൻ, അല്ലേ? അപ്പൊ അതില് അഡിനൈൻ യുണീക്ക് ആണ്. അത് പ്രധാനമായിട്ടും എന്താണ്? ലാരിറ്റ് ഫോർമേഷൻ എല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ലാരിറ്റ് ഫോർമേഷൻ നടക്കാനൊക്കെ സഹായിക്കുന്നത് അഡിനൈൻ ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ കാര്യം ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ മതി. ബാക്കിയുള്ള ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുക, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.